ഇതാണോ കൃഷ്ണന് പറ്റിയ നീല ഡ്രസ്സ്? കോസ്റ്റ്യൂം പാടേക്ക് എടുക്കാന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതാ. ഇതിനെന്താ കുഴപ്പം? ആൾക്കാര് പിടിച്ചിടിക്കൂട്ടോ. എന്നോട് കൃഷ്ണന്റെ ആവാൻ പറഞ്ഞോണ്ടല്ലേ. ഇതാണ് കൃഷ്ണന്റെ ഡ്രസ്സ്. വേറെ നീല വേണ്ടേ അതിന്? ഞങ്ങളുടെയൊക്കെ നാട്ടില് കൃഷ്ണൻ ഓടക്കുള്ളും കൊണ്ടോ എവിടെ ഒരുത്തും ചട്ടിയും പിടിച്ചുകൊണ്ട് വന്നേക്കാ വീട്ടില് രാവിലെ കണി കാണിക്കാൻ വേണ്ടി. നീ തന്നെ ഒന്ന് പറ കൃഷ്ണനാക്കാനാ, നീ പറ. താനോസ് മതി ഞാൻ പറഞ്ഞല്ലേ. അതാവുമ്പോ ഒരു മയിൽപ്പീല് മാത്രം വെറുതെ വെച്ചു കൊടുത്താൽ മതിയായിരുന്നു തലയിൽ. നമുക്ക് കണി വൈകിട്ട് കാണിക്കാൻ പറ്റുമോ? ഞാൻ വല്ല തെറിയും പറയൂട്ടോ. ഇല്ല. അല്ല ഈ വിഷുവും കൃഷ്ണനും തമ്മിൽ എന്താ ബന്ധം? ബന്ധം എന്താണെന്നോ ആവോ. എൻ്റെ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. നമുക്ക് കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുമോ? നമുക്കൊരു 3-4 തോട്ടി മാത്രം മതി. തോട്ടി ബിസിനസ്സോ? നമ്മൾ ആ തോട്ടി വെച്ചിട്ട് കണിക്കൊന്ന പറിച്ചിട്ട് റോഡിന്റെ സൈഡിൽ നിന്ന് വിൽക്കുന്നു. അതിന് ഇന്നലെ വിഷു. അപ്പൊ പ്ലാനും പോയി. മണ്ടൻ. അല്ലെങ്കിൽ വിഷയമായിട്ട് ഒരു കുലുക്കിക്കട ഇടാം. എന്നിട്ട് ആര് കുലുക്കും? നമുക്ക് ഹൾക്കിനെ കൊണ്ട് കുലുക്കടിപ്പിക്കാം. എങ്ങനെയുണ്ട്? കാശുണ്ടാക്കാൻ വേറെ വഴിയില്ലാവോ? വേറെ ബജിക്കട തുടങ്ങിയാലോ? ഇവനൊന്ന് ഒഴിവാക്കാമോ? നീ ഒരു കാര്യം ചെയ്യേ, ഇതും കൊണ്ട് കുറച്ച് കണിക്കൊന്ന കണിക്കൊന്നയാ നമ്മള്. എന്നെ വേണമെങ്കിൽ ഒഴിവാക്കോ. പക്ഷെ നിനക്ക് ഇൻസ്റ്റയില് മെസ്സേജ് അയക്കണേ. അശ്വതി ആരാന്നറിയോ? നീയാണ് അശ്വതി. അപർണ ആരാന്നറിയോ? അപർണേനെ ഇവനെങ്ങനെ അറിയണേ? അതാരാ? അത് ഞാൻ. എടാ എന്താ നിങ്ങൾ US ആർമി ആണെങ്കിലേ ഞാൻ BTS ആർമിയാ. ഇവിടൊക്കെ ഫുള്ള് ആന്റിമാരാണല്ലോ. പണ്ട് ഞാൻ ഇവിടുന്ന് ദീപാവലിക്ക് പൊട്ടിക്കാനായിട്ട് ഗ്രൈനേഡൊക്കെ എടുത്തുകൊണ്ട് പോവായിരുന്നു. അടിപൊളിയായിരുന്നു പണ്ട്. കുറച്ച് മാറിയിക്കാം. ഇപ്പോഴും കൊടുത്ത് എനിക്ക് ഇവിടെ ഒന്ന് ഇറങ്ങണം. ഇരുമ്പോ ഏതൊരു ഗ്രൈനേഡ് ഇട്ടിട്ട് പോവാറുന്നില്ലേ? അല്ല ഇതല്ല. പേരെന്താ? കുട്ടപ്പൻ. ആന്റിയുടെ പേരെന്താ? സുശീല. എന്തിനാണ് നീ ഇവിടെ വന്നേക്കണേ? ഞാൻ ഈ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഈ പാത്രം കഴുകണ സാധനം, സോപ്പ് അതൊക്കെ കൊണ്ടുവന്ന് വന്നാ. ലോഷനൊക്കെയാണോ കാണിച്ചേ? ലൂസ് മോഷൻ.